എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോണത് റീസൺ എന്ന് പറയുന്ന ഒരു ഹയർ ഫാക്കൽറ്റിയെ കുറിച്ചാണ്. റീസൺ എന്ന് പറഞ്ഞാൽ കാരണം, റീസണിങ് അല്ലെ, നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്കല്ലേ ഇത്. റീസൺ എന്ന് പറയുന്ന ഒരു ഹയർ ഫാക്കൽറ്റി നമുക്ക് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഒരു ഐഡിയാസ് വരുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണോ എന്ന് പറയാൻ പറ്റണത്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ഐഡിയ, ഇപ്പോൾ സപ്പോസ് ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ഒരാൾ ചിന്തിക്കുമ്പോൾ മറ്റൊരാൾ ഒന്ന് പറയാണ് ബിസിനസ് ചെയ്യണ്ട കേട്ടോ, എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്, ഇത് നമുക്ക് പറ്റിയ പണിയല്ല, വലിയ പരാജയമായിട്ട് മാറും, സാമ്പത്തിക നഷ്ടമൊക്കെ വരും എന്ന് പറയുമ്പോൾ ആ ഐഡിയ ആ കേൾക്കുന്ന ആൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ എന്ത് ചെയ്യും? കുറച്ച് നേരം അത് ആൾക്ക് കോൺഫിഡൻസ് ഒക്കെ പോവും, ഡൗട്ടൊക്കെ വരും, ലോ വൈബ്രേഷനിലേക്ക് പോവും. അങ്ങനെ എന്ത് ചെയ്യും? ആള് അത് കോൺഷ്യസ് മൈൻഡിൽ ഇട്ട് ഇങ്ങനെ നോക്കും. ഓക്കെ, അയ്യോ ശരിയാവില്ല, ശരിയായിരിക്കും ആള് പറഞ്ഞത് എന്നൊക്കെ ചിന്തിച്ച് പതുക്കെ അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരും. കോൺഷ്യസ് മൈൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ സംഗതി ഈസിയാണ്. കാരണം അതിന്റെ റിസൾട്ട് എന്താണോ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പതിഞ്ഞിരിക്കുന്നത് അതേ വരുള്ളൂ. അപ്പോൾ ഇയാളുടെ മനസ്സിലേക്ക് ബിസിനസ് ചെയ്ത പരാജയമാകും എന്നൊരു ഐഡിയ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് പരാജയമായിട്ട് പോവും. നേരെ മറിച്ച് ഈ വന്ന് പറയുന്ന ആളുടെ ഐഡിയ ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തി സ്വീകരിച്ചില്ല, അത് റിജക്റ്റ് ചെയ്തു, ആളത് കേട്ടു. നമുക്ക് വേറൊരു ഓപ്ഷനില്ല, ഒരാൾ വന്ന് പറയുമ്പോൾ നമുക്കത് കേൾക്കേണ്ടി വരും. അത് കേട്ടു എന്നുണ്ടെങ്കിൽ കേട്ടിട്ട് അത് റിജക്റ്റ് ചെയ്യാണ്, എനിക്ക് ആളേക്കാൾ കഴിവുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആളേക്കാൾ ബുദ്ധിയുണ്ട്, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഉണ്ട്, എൻ്റെ ലോജിക്കുകളൊക്കെ കറക്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് ആളത് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആ കോൺഷ്യസ് മൈൻഡിലേക്ക് ആ ഒരു കോൺഫിഡൻസ് ആണ് വരുന്നത്, അതന്നെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരും. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ആൾ നല്ലൊരു സക്സസ്ഫുൾ ബിസിനസ് മാൻ ആയി മാറുകയാണ്. അങ്ങനെയാണല്ലോ ഈ ലോകത്ത് കുറേ സക്സസ്ഫുൾ ആൾക്കാർ വരണത്. അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന എല്ലാവരും തന്നെ വൻ പരാജയമായിട്ട് പോകണ്ടേ? ഒരുപാട് പേര് അതിൽ സക്സസ് ആവുകയും ഒരുപാട് പേര് ഫെയിൽ ആവുന്നതിന് കാരണം ഈ പറയുന്ന ആക്സെപ്റ്റ് അല്ലെങ്കിൽ റിജക്റ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ ഒരു വലിയ ഘടകമായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ഐഡിയ വേണ്ട, ഇപ്പം ആക്സെപ്റ്റ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ പേളിമണി ആളുടെ യൂട്യൂബിൽ പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. ആളുടെ അച്ഛൻ പഠിപ്പിച്ചു കൊടുത്തതാണെന്നാണ് പറയണത്. ഒരാൾ ഒരു ഐഡിയ വന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, അത് കേട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഓപ്ഷൻ ഉള്ളത്. ആ ഐഡിയ വേണ്ടെങ്കിൽ പേളിമണി ചെയ്യുന്നത് ക്യാൻസൽ എന്ന് ഇവിടെ കാണിക്കൂ ഇത്രേ. അത് ചെയ്ത് കഴിയുമ്പോൾ പേളിമണിയുടെ വിശ്വാസം അനുസരിച്ച് ആ ഐഡിയ കയറില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇത് ആ പേളിമണിയുടെ വിശ്വാസമാണ്. എന്നാൽ ഇതുപോലെയുള്ള വിശ്വാസങ്ങൾ നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ഈ ഐഡിയ വരുമ്പോൾ അല്ലെങ്കിൽ ഐ വോണ്ട് ആക്സെപ്റ്റ് ഇറ്റ് അങ്ങനെയൊക്കെ പറയാം. നമ്മൾ അത് ഓരോരുത്തരുടെ ഡിപ്പെൻസ് ആണ്, ഓരോരുത്തർ ചെയ്യുന്ന രീതി അനുസരിച്ചാണ്. അപ്പോൾ ഇത്തരം കുഞ്ഞ് ആർക്കും ദോഷം വരാത്ത വിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലത് തന്നെയാണ്. നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഇത്തരം ടെക്നിക്കൊക്കെ നമുക്കും ചെയ്യാവുന്നതാണ്. നേരെ മറിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഐഡിയ ആണ് നമുക്ക് ഒരാൾ ഷെയർ ചെയ്യുന്നതെങ്കിൽ അത് വളരെ നല്ല ഓപ്പണായിട്ട് നമുക്കത് സ്വീകരിക്കുകയും ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ഉള്ളത് നമുക്ക് ഈ റീസൺ എന്ന് പറയുന്ന ഹയർ ഫാക്കൽറ്റി ഉള്ളതുകൊണ്ടാണ്. ലോ ഓഫ് പോളാരിറ്റി എന്ന് പറയുന്ന ഒരു ലോ ഉണ്ട്. ഇത് സ്റ്റേറ്റ് ചെയ്യുന്നത് എല്ലാത്തിനും ഓപ്പോസിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഉണ്ട്, ഇൻസൈഡ് ഉണ്ടെങ്കിൽ ഔട്ട്സൈഡ് ഉണ്ട്, ആക്ഷൻ ഉണ്ടെങ്കിൽ റിയാക്ഷൻ ഉണ്ട്. ഇതാണ് ലോ ഓഫ് പോളാരിറ്റി സ്റ്റേറ്റ് ചെയ്യണത്. നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പോസിറ്റീവ് സന്ദർഭത്തിലും നമ്മളൊരു നെഗറ്റീവ് കണ്ടെത്തും. ഒരാൾക്ക് 10 നല്ല കാര്യങ്ങളുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ ആ 10 നല്ല കാര്യം ഓർക്കില്ല. ആ ആൾക്ക് ചെയ്യുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് അത് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യും, അത് നമ്മൾ ദേഷ്യം വെച്ച് പുലർത്തും, അല്ലേ? അങ്ങനെയാണ് സ്ഥിരം ചെയ്യണത്. ഇപ്പോൾ ഒരു കല്യാണം നടന്നു, എല്ലാം നന്നായിരിക്കും, ഒരു വലിയ കുറവായിരിക്കും ഉണ്ടാവുക, പക്ഷെ ഈ വരുന്നവർ മുഴുവൻ ആ ഒരു കുറവിനെ ആയിരിക്കും പറഞ്ഞു കാണിക്കുക. അത് സ്വാഭാവികം, നമ്മളടക്കം എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ റീസൺ ഫാക്കൽറ്റി നമുക്ക് മൂന്ന് വിധത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻവയോൺമെന്റ് ഒക്കെ നോക്കുക. നമുക്ക് വരുന്ന ന്യൂസ് ഐഡിയാസ് ഒരാൾ പറയണ മാത്രമല്ല, നെഗറ്റീവ് ന്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? അത് അങ്ങോട്ട് റിജക്ട് ചെയ്ത് കളയുക. നല്ലത് മാത്രം ആക്സെപ്റ്റ് ചെയ്യുക, പോസിറ്റീവ് മാത്രം ആക്സെപ്റ്റ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ പോയിന്റ്, റീസൺ ഫാക്കൽറ്റി ഉപയോഗിക്കേണ്ട വിധം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിരന്തരമായി കേൾക്കുന്നത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്മേറ്റ്സ്, അല്ലെങ്കിൽ കോവർക്കേഴ്സ്, വീട്ടിലുള്ളവർ, ആരും ആയിക്കോട്ടെ. എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങളാണ് നമ്മളിലേക്ക് ഇമ്പാക്ട് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ അത് പതുക്കെ നമ്മളത് ഒഴിവാക്കുക. ഓക്കെ, എപ്പോഴും നമുക്കിതിന് സാധിക്കണമെന്നില്ല. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ നമ്മൾ ട്രൈ ചെയ്ത് ആദ്യമൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ ട്രൈ ചെയ്ത് അത് വളരെ ഈസി ആയിട്ട് തോന്നും. ഓക്കെ, നമ്മൾ എല്ലാവരും ഒരുമിച്ച് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊളാരിറ്റി അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. എങ്ങനെ? എല്ലാ നെഗറ്റീവ് സിറ്റുവേഷനിലും പോസിറ്റീവ് കണ്ടെത്തുക. അതും എനിക്കറിയാം ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലേ?
ഏതൊരു നെഗറ്റീവ് സന്ദർഭത്തിലും ഇതെല്ലാം എന്തിനെങ്കിലുമൊക്കെ നല്ലതായിരിക്കും, സംഭവിച്ചെല്ലാം നല്ലതിന് എന്നാണല്ലോ പറയണത്. അപ്പോൾ ആ ഒരു ടെക്നിക്ക്, ആ ഒരു തിയറി ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കുക. നമ്മൾ എന്തൊരു പോസിറ്റീവിലും നെഗറ്റീവ് കാണാതെ ഏതൊരു നെഗറ്റീവിലും ഒരു ഇത്തിരി പോസിറ്റീവ് ഒന്ന് കണ്ടു നോക്കുക. ഇതിങ്ങനെ ഇന്നത് ഒരു കാര്യം അല്ലെങ്കിൽ ഇന്ന നല്ല കാര്യം വരാനായിരിക്കാം ഇന്നങ്ങനെ സംഭവിച്ചത് എന്നൊക്കെയുള്ളത് അങ്ങനെ ഒന്ന് മനസ്സിൽ പഠിപ്പിച്ചു വെക്കുക. അങ്ങനെ ഈ റീസൺ ഫാക്കൽറ്റി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വി ആർ സോ ബ്ലെസ്ഡ്. നമുക്ക് ഒരു ഐഡിയ ആക്സെപ്റ്റ് ചെയ്യാനും പറ്റും, ഒരു ഐഡിയ റിജക്ട് ചെയ്യാനും പറ്റും. പോസിറ്റീവ് ഐഡിയാസ് മാത്രം സ്വീകരിക്കുക, നെഗറ്റീവ് ഐഡിയാസ് തള്ളിക്കളയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് രോഷിനി മേനോൻ സൈനിങ് ഓഫ്.